മൂക്കൂടെ ഒഴിക്കാനുള്ളതല്ലോ ആ പേപ്പർ പൊളിച്ചിട്ടേ അല്ല ഇത് അതിന്റെ ഇത് കവർ പൊളിച്ചിട്ട് വിളിക്കും. അതൊക്കെ എടുത്തു. ലിപ്സ്റ്റിക് ബർത്ത്ഡേ ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വരാൻ വിചാരിച്ചു. ഇതപ്പോ വാങ്ങി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങള് കണ്ടുല്ലേ? ഇതല്ല, നിങ്ങൾ പോയി എന്നുള്ളത് ഞാൻ വിചാരിച്ചു ഇതിന് പോയതാണെന്ന് വിചാരിച്ചു. ഏതിന് പിന്നെ ചോദിച്ചല്ലേ പോയതാണ്. കേക്ക് പറഞ്ഞിട്ടല്ലോ, കേക്ക് പറഞ്ഞാൽ വോട്ട് ചെയ്തപ്പോ ആരായിക്കോട്ടെ ശത്രുക്കൾക്കാരെ പോലെ ഭാഗം മേടിച്ചോളൂ. പേര് എന്റെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാ പറയാ എന്റെ ആ ഒരു ഇതില്ലേ മുറിക്കാൻ പറ്റില്ല. കാരണം വലിയ സാധനം കത്തിയില്ലല്ലോ, അതുകൊണ്ടാണ് അത് മേടിക്കാതെ. മുറിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അഭിനയത്തില് കാര്യം മുറിച്ചു പോലെ തോന്നാനുണ്ടോ? അതാ അല്ലേ ഇതെന്താ അറിയത്? പറഞ്ഞു നോക്കിക്കൊടുക്കണ ട്രെയിനാണ്. ആംബറിന്ന് പകുതി ഇതായി പോകുന്നതാണ്. നിങ്ങളൊന്നും അറിഞ്ഞില്ല. നമ്മൾ നിങ്ങളെവിടെ വീഡിയോ എടുക്കുക അതിന്റെ നമ്മുടെ സെറ്റ് എടുക്കണം. നമുക്ക് കൊടുക്കാം. പൗഡർ ഉണ്ടോ? നമ്മളുണ്ടോ? സാധനം ഒട്ടിലെടുത്തുണ്ട്. മേക്കപ്പ് ബോക്സ് മേക്കപ്പ് ബോക്സ് ഒട്ടിലെടുത്ത് മേക്കപ്പ് ബോക്സ് ഉണ്ട്. അതെ, റൂമിലൊരു പെട്ടി വെച്ചത് ആരാണ്? ഫൗണ്ടേഷൻ അണ്ണനേലുണ്ടോ മേക്കപ്പ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. അണ്ണന്റെ പെട്ടി വരുന്നുണ്ടോ? വില കൂടിയ ക്രീമുകൾ ഞാൻ എടുക്കാറില്ലാത്ത കൊടുത്തു. അത് ഞാൻ എല്ലാവർക്കും കൂടി വാങ്ങിച്ചാണ്. കേക്ക് തുറന്നു വെച്ചിട്ട് കുറച്ച് നേരമായി. നീ എന്താ റണ്ണിങ്ങിലാണോ? കഴിയുന്നില്ല. അതൊക്കെ എപ്പോഴോ കേറി ലൈവാണ്. സുജിയോ ഫ്രണ്ടിലൊരു ക്യാമറ കണ്ടില്ലേ? ഓക്കെ സെറ്റ്. ഇത് സിയാദിനെ പോലെ സിയാദ് രാത്രി മെനഞ്ഞു ഇറങ്ങിട്ട് കത്തിയോടെ സിയാദ് ബർത്ത്ഡേക്ക് ഒരുങ്ങിട്ട് കിടന്നുറങ്ങിയിട്ട് കുറച്ച് പൗഡർ, കുറച്ച് മേക്കപ്പ് സെറ്റ് വേണോ? അത് മെന്ന ദിവ്യ മെന്ന. അത് അല്ല ഇതിനകത്തുണ്ട്. അടിപൊളി ക്രീം. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കൊടുക്കാൻ. ഞാൻ കൊടുത്തേക്കാം.
അത് മെന്നിന്റെ നിവ്യ. പക്ഷെ നല്ല ആ നിവ്യമിന്റെ ആഡാണ് കേട്ടോ. പ്രമോഷൻ. പ്രമോഷൻ 1.5 കൊല്ലം ഇവത് കൊണ്ട് നടക്കണേ. ഇത് പുതിയതാണ്. മനുഷ്യന് കൊടുത്തിട്ടില്ല. അത് വേറെ ഇത് പുതിയത്. ഇത് പുത്തൻ പുതിയത്. ഞങ്ങൾക്ക് ഇന്നലെ തന്നിരിക്കുക. ഞാൻ പാരീസിൽ നിന്ന് ഇറക്കിയ സാധനം. ഇതെങ്ങനെ എന്റെ കാലം തിരക്കണ്ടാണ്. കാലം കുറച്ച് അത് ബോഡി ക്രീം അല്ല ഞാൻ ഫോളോ Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday. എടുത്തപ്പോ ക്രീമായി പോയി. കുറച്ച് എടുത്താൽ മതി. എല്ലാവരും കടി ബൊഫെ കഴിച്ചിട്ട് വയറ് വല്ലാന്ന് അറിഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ കേക്ക് കഴിക്കുമ്പോൾ നോക്കാം അദ്ദേഹത്തിന്റെ വയറ് നിറഞ്ഞോ ഇല്ലയോ എന്ന്. അവിടെ ടിസ്റ്റ് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിപ്സ്റ്റിക് മൊത്തം കേക്കിലാണ്. പീസാണല്ലോ, കുഴപ്പമില്ലല്ലോ. അത്ര വലിയ പ്രോബ്ലം ഇല്ല. ഇത് കണക്കപ്പെടാത്തൊരു പീസാണ്. ദയവ് ചെയ്ത് അപ്പൊ ഇന്ന് രാത്രി എല്ലാവരും വരിക റൂമിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോരുക. ഡോറിനവിടെ എത്തുമ്പോ കൂർക്കം വലിക്കുന്ന ഒച്ച വെക്കും. എന്തിനാ വന്നത്, വെറുതെ വിളിച്ചല്ലേ എന്ന് പറയും. ഇതാ ഉണ്ടാവുക. ഭക്ഷണം കഴിച്ചിട്ട് വരിക. പിന്നെ എന്തിനാ പണി വല്ലതും രാത്രി പാർട്ടി. രാത്രി പാർട്ടിയാണ്, DJ പാർട്ടി. സിയാദക്കില്ലാതെ ഞാനല്ല ഓ പാർട്ടി. കപ്പിലുണ്ട്. ആ സിയാദിക്ക. സിയാദിക്ക. കാക്ക സിയാദിനെ വിളിക്കണ്ടേ? കാക്ക ഒരു വട്ടം വാങ്ങിയാൽ മതി. എല്ലാവരും ഞാൻ കൊണ്ടുവരും. സിയാദിക്ക് 2 ദിവസമായിട്ട് വിളിച്ചിട്ട് 2 ദിവസം 2 ദിവസമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഫോൺ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായി അവിടെ കഴിഞ്ഞാൽ നേരെ അവന്റെ റൂമിലാണ് നേരിട്ട്. അവിടെ മീൻകറിയോ ചോറ് എന്തൊക്കെ വെച്ചിട്ടുണ്ട്. നീ വിളിച്ചെടുത്ത അവൻ ഇന്ന് താതാകാൻ വേണ്ടിട്ടേ ഒറ്റയ്ക്ക് മീൻകറി വെച്ച് എല്ലാവരും വിമലിന്റെ അമ്മയിലേക്ക് ഇതൊന്നും പിടിക്കുക, അല്ലെങ്കിൽ കവർ ഇങ്ങനെ ഒരു പീസ് എടാ. അങ്ങനെ പറ. ഇത് എല്ലാവർക്കും ഉള്ള പീസ് ഇല്ല. പീസായി കഴിച്ചോ. ഓട്ടിലൂടെ ഷെയർ ചെയ്യുന്ന ആള് ശ്രദ്ധിക്കണം. അല്ല പൊതുവെ ഹലോ സ്നേഹം പറയണം. ഞങ്ങൾ എത്തിയിട്ടില്ല, സൂപ്പർ കേക്കാണ് കേട്ടോ. അല്ല നമ്മള് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ ചെറിയ കട്ട് പീസ് കേക്കാണ് വാങ്ങിച്ചത്. വലിയ കേക്ക് വാങ്ങിച്ചാൽ മുറിക്കാനുള്ള ഡോക്ടർ പ്ലീസ്. ബൈ ബൈ ബൈ. പാരീസ് ട്രിപ്പ് സെറ്റ് ആയിരുന്നില്ലേ? എല്ലാ ട്രിപ്പും ഇങ്ങനെ തന്നെയാണ്. നമ്മള് ഫോണെ കണ്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ ആവില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസ്, അതാണ് ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പിന്റെ അല്ലേ.
നമ്മള് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ പല ടൈപ്പാവും. അപ്പൊ അതേപോലെ മെമ്മറബിൾ ആയിരുന്നു പാരീസ് ട്രിപ്പ്. അത്യാവശ്യം നല്ല കുറെ മെമ്മറീസ് ഉണ്ട്. നമുക്ക് എപ്പോഴും സ്ഥലം കാണുന്നതല്ല, അതിന്റെ കൂടെ കുറെ മെമ്മറീസ് ഉണ്ടാവുന്നതാണ് നല്ലൊരു ട്രിപ്പിന്റെ ഭാഗം. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു ബുദ്ധിമുട്ടില്ലാതെ സേഫായിട്ട് വന്നു. അതൊക്കെ വലിയ വലിയ കാര്യം അല്ലേ. എവിടെ നമുക്കായിട്ട് ഇങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. എല്ലാം അല്ലേ എനിക്ക് തോന്നുന്നു നല്ലൊരു നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. കുറെ അത്യാവശ്യം ചുരുങ്ങിയ സ്ഥലമാണെങ്കിലും കവർ ചെയ്തെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നല്ല ഫുള്ളല്ലേ ഇല്ലാന്ന് കുറച്ച് നിർത്താൻ മതിയല്ലോ. താത്തനെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ബൈ ചൂസ് ചൗ ചൗ ആ ട്രിപ്പ് സെറ്റ് ആയിരുന്നു. ഒരു ബൈ 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 ബൈ. ശ്രീതൊട്ടി സൈനിങ് ഓഫ്. ആ എന്തായാലും സൈൻ ഓഫ് ആണ്. ഞാനും സൈനിങ് ഓഫ്. ആനന്ദ് സൈനിങ് ഓഫ്. യൂസ് ചെയ്യാന്ന് പോലെ എനിക്കെന്തിനാ കോണ്ടാക്ട്. അവര് മെസ്സേജ് കൊടുക്കും. രണ്ടുപേരും ഒരു ചാടി പേര് എന്റെ നമ്പർ വേണമെന്നിട്ട് വേറെ അവളേക്ക് മെസ്സേജ് അയച്ച് അവളേക്ക് വീണ്ടും മെസ്സേജ് അയച്ചു. പിന്നെ ഉപദ്രവിക്കാം. 2 മണിയാകുമ്പോൾ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ശരി പോട്ടെ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഭയങ്കര സന്തോഷം. ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഇത്ര ഒരു ബർത്ത്ഡേ ട്രീറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. ഇക്കാന്റെ വക ട്രീറ്റ് കേക്ക് ഉണ്ടാവും. ഇത് ഞാൻ തന്നെ എന്റെ വീട്ടിലേക്ക് പണിയെടുത്തുണ്ടാക്കി. എല്ലാവരും ഓപ്ഷൻസ് വന്നിട്ടായിരുന്നു KFC ഒക്കെ. നെക്സ്റ്റ് ഒന്ന് ചോദിച്ചു ഒരു മിൽക്ക് വെന്റിങ് കേട്ടോ. ഇതിന് ലിപ്സ്റ്റിക് വേണ്ട, ലിപ്സ്റ്റിക് കഴിക്കും. പെട്ടെന്ന് പോയിട്ട് ലിപ്സ്റ്റിക് കിട്ടിട്ട്. അതെ, ഇതിന് ലിപ്സ്റ്റിക് വേണ്ട, ലിപ്സ്റ്റിക് കണ്ണൊക്കെ വരക്കാം. കണ്ണ് ഇത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരുമ്പത്തിന് പൊട്ടിക്ക് ലേസ് പാക്കറ്റ് ഇന്ന് ഞാൻ പൊട്ടിക്ക് വെക്കാം. കിടത്തണടാ. കടയിൽ എവിടെ വെച്ചിരുന്നത്? ഫ്രിഡ്ജില് ക്ലീൻ ആക്കിയതാണല്ലോ. ഫ്രിഡ്ജിൽ കട്ടിലിന്റെ ഉള്ളിലൊന്നാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. ഡീപ് ക്ലീനിങ് ഡീപ് ക്ലീനിങ് ഒക്കെ അറിയണമെങ്കിൽ ഷാബിനടുത്തും ചെയ്യിക്കണം. അതിന്റെ മെയിൻ ഷാബിയാ. അതും വിത്ത് യൂസിങ് ജർമ്മൻ ടെക്നോളജി. സ്ക്രബ്ബർ വെച്ച് നീ പാത്രം കഴുകിയിട്ടുണ്ടോ? ഞാൻ കഴുകിയിട്ടുണ്ട്. കീറിക്കോ? കളയണ്ടില്ല. എന്താണ് സാധനം? നോക്കട്ടെ, കുലുക്കി നോക്കട്ടെ. അതൊക്കെ പറ്റില്ല. അല്ലാതെ സ്റ്റിക്കറാണ്. അല്ല, ഇത് ഞാൻ എപ്പോഴും എന്തെങ്കിലും ആണെന്ന് പറയാറുള്ളതാണോ? കണ്ണാടയാണ്. വെള്ളം കുടിക്കാൻ ഗ്ലാസ് ആയിരിക്കും. എന്നാ ഗജിയുടെ ബാഗ് ആയിരിക്കും. പാരീസിൽ നിന്ന് ഒരു ആഗ്രഹം പറഞ്ഞാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ
പണിക്ക് ഇരുന്നു കേട്ടോ ഒന്ന് എന്നാ പൊട്ടിക്കണതിന് മുന്നേ എടുത്തോടാം പേടിച്ച്. സത്യമാണോ എന്താ കത്തി എടുത്തിട്ട് ബാഗ് അനന്തര വയറൊന്ന് മാറ്റോ? കോട്ടാണോ? എനിക്കത്ര വയറൊന്നുമില്ല. എല്ലാ ആവശ്യത്തിനും ഞാൻ കണ്ടു വെച്ചിരുന്ന ബാഗായിരുന്നു ഇത്. അവിടെ തൂക്കിയില്ലേ? എവിടെന്നാ അത് ഞാൻ ഇത് ബാധ്യത അതിന് ലിസ്റ്റ് അളവുണ്ടേ EMI ഇട്ടുണ്ട്. അതൊന്നും വേണ്ട മാത്രമേ മതി. ഹാപ്പി ബർത്ത്ഡേ കുട്ടാപ്പി. വേറെ ആർക്കോ മേടിച്ചതാ. സംഭവം അത് തിരുത്തി വിട്ടതാ. കൈയക്ഷരം മാറ്റമുണ്ട് കണ്ടാ, ഇപ്പടിയും ഇപ്പടിയും വ്യത്യാസമുണ്ട് കണ്ടാ ഇല്ലേ? പെർഫ്യൂം കൊടുത്തു എല്ലാവർക്കും ഒന്ന് അടിക്കട്ടെ. ഞാൻ അടിച്ചോളാം. ഞാൻ അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സജഷൻ ആട്ടോ. അത് ഞാൻ എടുത്തത്. ഇതൊക്കെ എങ്ങനെ തപ്പിയപ്പോ പിന്നല്ലാതെ ഇഷ്ടായോന്നോ? ഭയങ്കര ഇഷ്ടായി. സംഭവം മനസ്സിലായില്ല. ഈ സാധനം മനസ്സിലായില്ലല്ലേ? ആ അതാണ് മെയിൻ ഐറ്റം ഇവിടുത്തെ. എന്താ പറ ഏഷ്ണി പാര എന്താ പറയാ, നമുക്ക് തങ്കാണ്. എവിടെ വെച്ചു? ഞാൻ വന്നിട്ട് ഇവിടെ ഞാനത് കേറി വന്നപ്പോഴേ കണ്ടായിരുന്നു. അടിച്ചു ഇനിയിപ്പൊ അവള് കാണും അത് എന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായി. കണ്ടിട്ടില്ല എന്നുള്ളത്. ഇന്നലെ എവിടെ വെച്ചിരുന്നു? സീക്രട്ട് സ്ഥലമാണ്. ഉള്ളിലായിരിക്കും കട്ടിലില്. ഞങ്ങൾ കേറി വന്നപ്പോഴേ കണ്ടായിരുന്നു. ഫ്രിഡ്ജിലാണോ? സുജിയെ വേണ്ട. ഫോട്ടോഗ്രാഫി ഭയങ്കര ദാരിദ്ര്യായിരുന്നു. നമുക്ക് എഡിറ്റ് ചെയ്യാനടാ. അവിടെ എഡിറ്റർ ഉണ്ടല്ലോടാ. ക്ലിയർ ഇല്ല. അവന്റെ രസമുണ്ടല്ലോ. രസമില്ലേ? ഞാൻ ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞത്. എന്റെ 32 കൊല്ലം കാണുന്നുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഫുഡ് ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് അതൊക്കെ ആലോചിക്കട്ടെ. ആഘോഷം കുട്ടാപ്പിന്റെ എന്നോട് ചോദിച്ചല്ലോ. 24. അപ്പോ വളരെ തകർപ്പൻ ബർത്ത്ഡേ ആയിരുന്നു. ഇതുവരെ ജീവിതത്തില് എന്താ പറയാ, ജീവിതത്തിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാക്കലും കഴിക്കലും. ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഓക്കെ ആൻഡ് ലാസ്റ്റ്. പക്ഷെ എല്ലാ കൊല്ലം എനിക്ക് ഓരോ
ഓരോരോ പ്രശ്നങ്ങൾ അത് കേക്ക് നീ ശരി ശരി ബൈ ബൈ ബൈ. ഒന്ന് പറയാൻ പോകണം. വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റ് ഉണ്ടാവും ആര് ഇക്കടെ വക. ഒരു വാച്ചും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം അതിന്റെ കഴിഞ്ഞു. മുന്നത്തെ വട്ടം മറ്റേ ബലൂണ് മറ്റേ കാറിന് ഇടിക്കുന്ന അതായിരുന്നില്ലേ? അത് ആനിവേഴ്സറി. അതൊക്കെ 100 പ്രാവശ്യം ഇല്ലടാ ഇതൊക്കെ എത്ര കൊടുത്തതാണ് അങ്ങനെ ഓരോ ഇനിയിപ്പോ അടുത്ത എങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി വേഗ തരുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടോ കോപ്പി അടിക്കുന്നത്. എന്തായാലും അപ്പൊ ശരി. അപ്പൊ ആ 2 ദിവസം അടിച്ചു പൊളിച്ച് സെറ്റ്. ബൈ.